സ്മിത എന്ന 38 വയസ്സുകാരിയുടെ കഥയാണ്. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പ്രിയ കൂട്ടുകാരി ഹേമയെ കണ്ടതിനുള്ള ആനന്ദം അടക്കാനാവാതെ സന്തോഷിച്ച സ്മിതയ്ക്ക് ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റൽ അനുഭവപ്പെടുന്നത് പോലെ തോന്നി. ഇന്നലെ വരെയും പതിവ്രത ആയിരുന്ന താൻ ഇന്നൊരു പകൽ കൊണ്ട് അതല്ലാതായിരുന്നു എന്ന സത്യം ഓർത്തപ്പോൾ സ്മിതയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കവിൾത്തടങ്ങളിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർത്തുള്ളികൾ തുടച്ചു നീക്കിക്കൊണ്ടവൾ ബാത്റൂമിലേക്ക് കയറി. ഷവറിന് കീഴിൽ കണ്ണുകൾ ഇറുക്കെ അടച്ചു നിന്നുകൊണ്ടവൾ മഴ നനയുന്നതുപോലെ നിന്നു. ജലകണങ്ങൾ ശരീരത്തിൽ അലിഞ്ഞു ചേർന്നു നിലത്തേക്കൊഴുകിയപ്പോൾ ശരീരം തണുക്കുന്നതുപോലെ അവൾക്ക് തോന്നി. കണ്ണുകളെ മെല്ലെ തുറന്നവൾ കയ്യിൽ വെള്ളം നിറച്ച് മുഖത്തൊഴിച്ച ശേഷം ധരിച്ചിരിക്കുന്ന നൈറ്റി ഊരി ഷവറിന് കീഴിൽ കണ്ണുകൾ അടച്ചു നിന്നു. തണുത്ത വെള്ളം മുഖത്ത് നിന്ന് കഴുത്തിലൂടെ ഒഴുകി താഴോട്ട് പോകുന്തോറും ശരീരത്തിനും മനസ്സിനും വല്ലാത്തൊരാശ്വാസം പോലെ അവൾക്ക് തോന്നി. പൂർണ്ണമായും തൻ്റെ ശരീരവും മനസ്സും തണുത്തു തുടങ്ങിയെന്നവൾക്ക് തോന്നിയ നിമിഷം അങ്ങവൾ നോക്കുമ്പോൾ പാടത്തെ തൻ്റെ നെൽകൃഷികളിൽ ഒരു നനവ് പടരുന്നത് അവൾ അറിഞ്ഞു. ആ നനവ് നിറഞ്ഞൊഴുകുന്നതുപോലെ അവൾക്ക് തോന്നി. അവൾക്ക് വല്ലാത്തൊരു കുളിരു തോന്നി. ഈശ്വരാ, തൻ്റെ ഈ ഉണങ്ങി വരണ്ട വയൽവരമ്പിൽ നനവ് പടർത്തിയ വിപിൻ്റെ കുറിച്ചവൾ ആലോചിച്ചു. വിപിനെക്കുറിച്ച് ഓരോന്നും അവൾ ആലോചിച്ച് പരിതപിച്ചു കൊണ്ടവൾ കുളിച്ചു കയറി. വസ്ത്രങ്ങൾ ഓരോരോന്നായി ധരിക്കുമ്പോഴും വിപിൻ പറഞ്ഞ വാക്കുകളായിരുന്നു അവളുടെ മനസ്സ് നിറയെ. എനിക്ക് വേണം നിന്നെ എൻ്റെ പെണ്ണായിട്ട്. ഭർത്താവല്ലാതെ മറ്റൊരു പുരുഷൻ്റെ തൻ കൂട്ടില്ലായിരുന്നു. തൻ്റെ ശരീരവും സൗന്ദര്യവും ആസ്വദിച്ച ഭർത്താവല്ലാതെ മറ്റൊരു പുരുഷൻ തൻ്റെ ദേഹത്ത് തൊട്ടപ്പോൾ തന്നെ അവൾ അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾ പെട്ടെന്ന് വിപിനെക്കുറിച്ച് ഓർത്തതും മേശയിൽ വെച്ചിരിക്കുന്ന കുടുംബ ഫോട്ടോയിലേക്ക് നോക്കി അവൾ ഒരു നെടുവീർപ്പിട്ടു. എൻട്രൻസിന് പഠിക്കുന്ന മകൾ ശ്രുതിയും പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന 47 വയസ്സുള്ള ഭർത്താവും രാജേന്ദ്രനും അടങ്ങുന്നതായിരുന്നു തൻ്റെ ലോകം. ആ ലോകത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ വന്ന വിപിൻദാസ് എന്ന ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതം കവർന്നെടുത്ത പോലെ അവൾക്ക് തോന്നി. പതിവ് ദിനചര്യങ്ങൾ സ്വയം എല്ലാം മറന്നവൾ പെരുമാറി. വൈകുന്നേരം മകൾ വന്നതും അവൾക്ക് ചായ എടുത്തു കൊടുത്തും കൊണ്ട് അടുക്കളയിലേക്ക് പോയതും ശ്രുതിയെല്ലാം അവളോട് പിന്നാലെ ചെന്ന് എന്തൊക്കെയോ ചോദിച്ചതും എന്തോ ഒന്നും അറിയാത്തതുപോലെ എന്നാൽ എല്ലാം അറിയുന്നത് പോലെ. പെട്ടെന്ന് ശ്രുതി ചോദിച്ചു എന്തേ അമ്മയ്ക്ക് സുഖമില്ലേ? പെട്ടെന്ന് സ്മിത പരിസരബോധം വന്ന് പരിഭ്രമത്തോടെ പറഞ്ഞു, ഹേയ് ഒന്നുമില്ല, നിനക്ക് തോന്നിയതേ, കുളിച്ചിട്ട് വേഗം ഫ്രഷായിട്ട് വാ. അതു പറഞ്ഞവൾ മകളെ ബാത്റൂമിലേക്ക് അയച്ചു. ശ്രുതി പോയ ശേഷവും സ്മിത ചിന്തയിൽ മുഴുകിയിരുന്നു. തൻ്റെ ജീവിതം താൻ അറിയാതെ കൈവിട്ടു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. തനിക്ക് സംഭവിച്ചത് ആരോടും തുറന്നു പറയാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. കാരണം കോളേജ് പഠനകാലത്ത് തന്നെ ഇഷ്ടം നോക്കാതെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹിതയായ പെൺകുട്ടിയായിരുന്നു അവൾ. തൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ കസിൻ ബ്രദറായ തന്നേക്കാൾ 4 വയസ്സ് ഇളപ്പമുള്ള വീട്ടിലെല്ലാവർക്കും സുപരിചിതമായ ആ ചെറുപ്പക്കാരൻ തന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതും തുടർന്ന് നടന്ന സംഭവ വികാസങ്ങളുമെല്ലാം അവളുടെ മനസ്സിൽ ഓടി മറിഞ്ഞുകൊണ്ടേയിരുന്നു. ആദ്യമായാണ് വിപിനെ കണ്ടതും പിന്നീടുള്ള എല്ലാ സംഭവങ്ങളും ഒരു സ്വപ്നം പോലെ അവൾക്ക് തോന്നി. ഭർത്താവിൻ്റെ സുഹൃത്തിൻ്റെ മകളുടെ വിവാഹത്തിന് പോയപ്പോൾ യാദർച്ഛികമായി കണ്ടതാണ് പഴയ കൂട്ടുകാരിയായ ഹേമയെ. പഴയ സൗഹൃദം പുതുക്കി അവർ പരസ്പര സന്ദേശങ്ങളും ഫോൺ വിളികളും ഒക്കെ ഒത്തുകൂടെ തുടർന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം ഹേമയുടെ വീട്ടിൽ വന്ന സ്മിതയ്ക്ക് തൻ്റെ കസിനായ വിപിനെ പരിചയപ്പെടുത്തി കൊടുത്തത് ഹേമയായിരുന്നു. ഹേമ പറഞ്ഞു, വിപിൻ, ഇത് സ്മിത, എൻ്റെ ഫ്രണ്ടാണ്. വിപിൻ ഹായ് സ്മിത എന്ന് വിളിച്ചുകൊണ്ട് അവൾക്ക് നേരെ കൈ നീട്ടിയതും ആര് വിഷ് ചെയ്താലും കൂപ്പുകൈയോടെ നിന്നിരുന്ന സ്മിത വിപിന് നേരെ കൈ നീട്ടി ഷേക്ക് ഹാൻഡ് കൊടുത്തതും ഒരു തുടക്കമായിരുന്നു. ഒരു സൗഹൃദം അവർക്കിടയിൽ വളർന്നു. വിപിൻ സ്മിതയുടെ കുടുംബ സുഹൃത്തായി മാറി. പലപ്പോഴും വീട്ടിൽ വരുന്നതും പതിവായി വിപിൻദാസ് എന്ന ചെറുപ്പക്കാരനുമായി സംസാരിക്കുന്ന സമയങ്ങളിലെല്ലാം അവൾക്കൊരു പ്രത്യേക അനുഭൂതി തന്നെയായിരുന്നു.
ശരിക്കും പറഞ്ഞാൽ ആ ബന്ധം അവൾ അറിയാതെ വളർന്നു ഒരു പ്രണയമായി മാറി. അത് തൻ്റെ ശരീര സൗന്ദര്യത്തിൽ വരെ ഏർപ്പെടാൻ തുടങ്ങി. ഭർത്താവിനേക്കാളും താൻ സ്നേഹിക്കുന്ന തൻ്റെ മകൾ ഇതറിഞ്ഞാൽ എന്തായിരിക്കും എന്നായിരുന്നു അവളുടെ വിങ്ങൽ. ഒരു നിമിഷത്തെ ചാബല്യത്തിൽ അവൾ ഉള്ളിൽ ഒരുക്കിയിരുന്ന വികാരങ്ങൾ അവന് മുന്നിൽ തുറന്നതും അവൻ്റെ പൗരുഷത്വം തൻ്റെ സ്ത്രീത്വത്തിലേക്ക് കടന്നതും അതേസമയം അവളുടെ പാതിവൃത്യ നഷ്ടപ്പെട്ടതും എല്ലാം കൂടി ഓർത്തപ്പോൾ അമ്മയെപ്പറ്റി മകൾ എന്തായിരിക്കും ചിന്തിക്കുക എന്നായിരുന്നു അവളുടെ ഏറ്റവും വലിയ പേടി. അമ്മ, ദേ വിപിനങ്കിൾ വരുന്നു എന്ന് പറഞ്ഞ് ശ്രുതി ഉറക്കെ വിളിച്ചു പറയുന്നത് കേട്ടപ്പോൾ സ്മിത ശരിക്കും ഒന്ന് ഞെട്ടി. 1 മണിക്കൂർ മുമ്പ് വരെയും തൻ്റെ സൗന്ദര്യം ആസ്വദിച്ച ആ വിപിനാണ് ഇപ്പോൾ വരുന്നത് എന്ന് അറിഞ്ഞപ്പോൾ സ്മിതയുടെ മേലാകെ കോരിത്തരിപ്പും ഒരു ലജ്ജയും തോന്നി. വിപിൻ പെട്ടെന്ന് അവിടെ കയറിയിരുന്നു. മകൾ അകത്തേക്ക് പോയതും വിപിൻ അവളോട് ചോദിച്ചു, സ്മിതയോട് ചോദിച്ചു, എടീ എന്താടി മുഖത്തൊരു ലജ്ജാഭാവം? അവൻ്റെ അധികാരഭാവത്തിൽ എടി എന്ന് വിളിച്ചത് കേട്ടപ്പോൾ അവൾക്ക് അവനോട് വല്ലാത്ത വിധേയത്വം തോന്നി. എങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവൾ ചോദിച്ചു, എന്തിനാ ഇപ്പോൾ ഇവിടെ വന്നത്? നിന്നെ ഒന്ന് നേരിൽ കാണാനും നിന്റെ ശബ്ദം കേൾക്കാനാടോ. വിപിൻ, പ്ലീസ്, ഞാനൊരു ഭാര്യയാണ്, അമ്മയാണ്. എനിക്ക് എന്തോ ഒരു സാഹചര്യത്തിൽ ഒരു തെറ്റ് പറ്റി. പ്ലീസ് ഇനി എൻ്റെ അടുത്തേക്ക് ഇതും പറഞ്ഞ് വരരുത് കേട്ടോ. ഒറ്റ വാക്കിൽ അങ്ങനെ പറഞ്ഞു അവൾ അവിടെ നിന്ന് പോകാൻ തയ്യാറായി. വിപിൻ ചോദിച്ചു, അല്ല, ഒരു വീട്ടിൽ ഒരു അതിഥി വന്നാൽ ഒരു ചായയൊക്കെ എടുക്കണ്ടേ സ്മിത? അവൾ പെട്ടെന്ന് വിപിനുള്ള ചായയുമായും വന്നു. ചായ കൊടുക്കുന്നതിനിടെ വിപിൻ അവളുടെ കൈയൊന്നു കയറി പിടിച്ചു. സ്മിത എന്തോ പോലെയായി. പക്ഷെ അവൻ്റെ ആ ഒരു തൊടലിൽ അവൾ ശരിക്കും പറഞ്ഞ അവനോട് ഒട്ടി നിന്നു. മകൾ അകത്തുള്ളത് കാര്യം സ്മിത മറന്നുപോയിരുന്നു. അവൻ അവളുടെ കയ്യിലിരിക്കുന്ന ആ പഞ്ഞിക്കെട്ടുകളിലേക്ക് ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. സ്മിത, ഇതുപോലത്തെ പഞ്ഞിക്കെട്ടുകൾ ഞാൻ ആദ്യമായി കാണുന്നു. അതുകൊണ്ട് സ്മിതയെ വിടാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. സ്മിത ഒന്ന് ഞെട്ടിപ്പോയി. വിപിൻ്റെ ആ സംഭാഷണം മകൾ കേൾക്കുന്നുണ്ടോ? അവൾ പുറകെ നിന്ന് നോക്കി. ഒന്ന് തിരിഞ്ഞു നോക്കിയതും വിപിൻ അടുത്ത അടവ് പ്രയോഗിച്ചു. എടോ, തൻ്റെ കയ്യിലിരിക്കുന്ന ഈ ചരുവമില്ലേ, അത് ഞാൻ പറയണ്ടല്ലോ. അത് ആലോചിക്കുമ്പോൾ തന്നെ വിപിൻ പെട്ടെന്ന് അവളോട് പിന്നിൽ ഒട്ടി നിന്നു. സ്മിതയ്ക്ക് എന്തോ പോലെയായി. വിപിൻ്റെ ആ കരിമൂർഖം അവളുടെ ചരുവത്തിൽ കിടന്ന് ഒന്ന് തൊട്ടു. സ്മിത എന്ന 38 വയസ്സുകാരിയുടെ കഥയാണ്. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പ്രിയ കൂട്ടുകാരി ഹേമയെ കണ്ടതിനുള്ള ആനന്ദം അടക്കാനാവാതെ സന്തോഷിച്ച സ്മിതയ്ക്ക് ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റൽ അനുഭവപ്പെടുന്നത് പോലെ തോന്നി. ഇന്നലെ വരെയും പതിവ്രത ആയിരുന്ന താൻ ഇന്നൊരു പകൽ കൊണ്ട് അതല്ലാതായിരുന്നു എന്ന സത്യം ഓർത്തപ്പോൾ സ്മിതയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കവിൾത്തടങ്ങളിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർത്തുള്ളികൾ തുടച്ചു നീക്കിക്കൊണ്ടവൾ ബാത്റൂമിലേക്ക് കയറി. ഷവറിന് കീഴിൽ കണ്ണുകൾ ഇറുക്കെ അടച്ചു നിന്നുകൊണ്ടവൾ മഴ നനയുന്നത് പോലെ നിന്നു. ജലകണങ്ങൾ ശരീരത്തിൽ അലിഞ്ഞു ചേർന്നു. നിലത്തേക്കൊഴുകിയപ്പോൾ ശരീരം തണുക്കുന്നത് പോലെ അവൾക്ക് തോന്നി. കണ്ണുകളെ മെല്ലെ തുറന്നവൾ കയ്യിൽ വെള്ളം നിറച്ച് മുഖത്തൊഴിച്ച ശേഷം ധരിച്ചിരിക്കുന്ന നൈറ്റി ഊരി ഷവറിന് കീഴിൽ കണ്ണുകൾ അടച്ചു നിന്നു. തണുത്ത വെള്ളം മുഖത്ത് നിന്ന് കഴുത്തിലൂടെ ഒഴുകി താഴോട്ട് പോകുന്തോറും ശരീരത്തിനും മനസ്സിനും വല്ലാത്തൊരാശ്വാസം പോലെ അവൾക്ക് തോന്നി. പൂർണ്ണമായും തൻ്റെ ശരീരവും മനസ്സും തണുത്തു തുടങ്ങിയെന്നവൾക്ക് തോന്നിയ നിമിഷം അങ്ങവൾ നോക്കുമ്പോൾ പാടത്തെ തൻ്റെ നെൽകൃഷികളിൽ ഒരു നനവ് പടരുന്നത് അവൾ അറിഞ്ഞു. ആ നനവ് നിറഞ്ഞൊഴുകുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾക്ക് വല്ലാത്തൊരു കുളിരു തോന്നി. ഈശ്വര, തൻ്റെ ഈ ഉണങ്ങി വരണ്ട